ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് കാക്കൂ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ലുലുവിൻ്റെ ബോബി വീൽ എന്ന ഫ്രോസൺ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് ഐസ് പോയതിന് ശേഷം നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നല്ല പാടൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയില്ലേ, മുറിച്ച് വെച്ചിട്ട് കാണാൻ. നമ്മളെ നാട്ടിൽ നല്ല ഫ്രഷ് ബീഫ് കിട്ടുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് എന്തുണ്ടാവും, പാട, ലിവർ, എല്ല് എല്ലാം മിക്സ് ചെയ്ത് തരുമ്പോൾ നമുക്കത് എന്തോ ഇതുമാതിരിയാണ്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ബീഫ് തന്നെയാണ്. കഴുകാനൊന്നും ഒന്നുമില്ല, എന്നാലും നമുക്ക് കഴുകി ശീലമാണല്ലോ. അതുകൊണ്ട് അത് കഴുകി നന്നായിട്ട് നമ്മളത് തോരാൻ വേണ്ടിയിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. നല്ല അടിപൊളി, കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ. എൻ്റെ കൂടെ പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളി അരിയാണ്. വലിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. എനിക്ക് നൈസായിട്ടൊന്നും ഈ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എൻ്റെ നാട്ടിലത്തെ നാടൻ കത്തിനോടാണ് ഏറെ ഇഷ്ടം. അപ്പോൾ ഞാനൊരു 6 വലിയ ഉള്ളി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തക്കാളിയാണ് അടുത്തത്. തക്കാളി ഒരു 3 എണ്ണം, വലുതൊരു 3 തക്കാളി എടുത്തിട്ടുള്ളൂ. അത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അത് അരിഞ്ഞ് മാറ്റി അത് വെച്ചു. എന്താ ഭംഗിയില്ലേ. അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് നമുക്ക് ബീഫ് കുക്കർക്ക് ഇട്ട് കൊടുത്ത് ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ബീഫ് ഇട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഞാൻ 1/2 ടീസ്പൂൺ 1 ടീസ്പൂണ് ആ ഒരു അളവിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ കുറച്ച് മസാല ഇതിലിട്ടിട്ട് പിന്നെ മസാലയിലോട്ടാണ് ഇടുന്നത്. ഞാൻ കുരുമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ ചേർത്തിട്ട് കുഴച്ച് എടുക്കുക. ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വെറുതെ ചുമ്മാ ഞാൻ വലിയ ജീരകം ഒക്കെ ഒന്ന് പൊടിക്കാത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ച് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് നമ്മൾ എന്തായിട്ടാണ് സ്റ്റൗ കത്തിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചു. എന്നിട്ടത് ഞാൻ 2-3 വിസിൽ, അതായത് ഒരു 1 വലിയ തീയിലും 2 ചെറുതിലും അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ വെച്ച് മസാല റെഡിയാക്കുകയാണ് ചെയ്യണത്. മസാല സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് വലിയ ഉള്ളി ഇട്ട് അത് നന്നായിട്ട് വഴറ്റി എടുക്കണം. നന്നായിട്ട് ബ്രൗൺ നിറയെ നല്ല വയന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി അരച്ചത് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുക്കറൊന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഒന്ന് ബീഫ് വെന്തിക്കണമെന്നൊന്നും അറിയണമല്ലോ. നോക്കുമ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറി അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതും വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ഇത്ര കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരായതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. മസാലകളൊക്കെ നമ്മൾ എടുത്ത് വെച്ചാൽ അതിലോട്ട് നമ്മുടെ ഉള്ളി വയറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചോറ് വെക്കാനുള്ളതിൽ ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് നമ്മൾ ഉള്ളി വയറ്റാനിട്ട് കൊടുത്തു. ഞാൻ നേരത്തെ എടുത്ത് വെച്ച മസാലയിൽ ബിരിയാണി മസാല ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് അതും നന്നായിട്ട് എനിക്കൊന്ന് വയന്ന് കിട്ടണം. പിന്നെ അതാണ്ട് തൈര്, യോഗേർട്ട്. എനിക്ക് ഇവിടുത്തെ യോഗേർട്ട് ഇഷ്ടമല്ല, എനിക്ക് നാട്ടിലത്തെ നല്ല തൈര്, അതിൻ്റെ പുളിയാണ് ഇഷ്ടം. പിന്നെ ഞാൻ കരിവേപ്പ് ഇട്ടു. പിന്നെ നമ്മളെ മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ വഴറ്റി നന്നാക്കി മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നുവെച്ചാൽ മിക്സിങ് ആണ് എനിക്ക് ഏറെ ഇഷ്ടം. മസാല പിന്നെ അതാണ്ട് വേവിച്ച ബീഫ് ഞാൻ അതിൽ മസാലയ്ക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് ചെറിയ തീയിൽ ഞാനൊന്നത് ഒന്ന് മസാല ആ ബീഫൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറിയ തീയിൽ വെച്ചു.
ഞാൻ ബിരിയാണീൻ്റെ ഉള്ളി ഞാൻ ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളിയും നട്ട്സും ഇതൊക്കെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുകയാണത്. ഒരു കുക്കറേ ഉള്ളൂ, ആ കുക്കർ വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള അതാണ് ഇങ്ങനെ വരുന്നത്. അത് നന്നായിട്ട് വറുത്ത് അതും നമ്മൾ എടുത്ത് വെച്ച് ഇത് തിന്നാനാണ് ഞാനൊക്കെ അടി ഉണ്ടാക്കുന്ന സാധനം. വറുത്ത് കോരിയ നെയ്യിലോട്ടനെ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് വെച്ചു. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നമ്മൾ തിളക്കാൻ വെക്കുകയാണ്. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കഴുകി മാറ്റി വെച്ച അതിൻ്റെ വെള്ളം കളയാൽ എടുത്ത് അത് അടുപ്പിലിട്ടു. മസാലയിലിട്ട് ഞാൻ ചോറ് ഒരു വിസിൽ വന്നപ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് വേവായി. അത് ഞാൻ മസാലയിലിട്ട് ലെയറാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളത് സെപ്പറേറ്റ് അല്ല, മിക്സ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് അതിൻ്റെ മുകളിൽ ചോറിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ നെയ്യ് തൂവി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ കൂട്ടി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനത് ദമ്മിൽ ഇടുകയാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബിരിയാണി പരിപാടി കഴിഞ്ഞ്. വെള്ളിയാഴ്ച നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കും, അത് കഴിക്കാന്നുള്ളതാണ്. അപ്പം ഇഷ്ടപ്പെട്ടായാലും അങ്ങനെ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.